വാമിങ്ങാണ് ഇന്ന്. നമുക്ക് ആദ്യം തന്നെ റൂഫ് ടോപ്പിൽ നിന്ന് തുടങ്ങാം. റൂഫ് ടോപ്പിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനില്ല ഗൈസ്. റൂഫ് ടോപ്പിൽ നല്ല ബിർള വൈറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം ചൂട് തങ്ങത്തില്ല. നമുക്ക് നേരെ താഴേക്ക് പോകാം. താഴേക്ക് പോകുമ്പോൾ തന്നെ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട്. ഇനി താഴോട്ട് പോകുമ്പോൾ അവിടെ നല്ല ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. പീക്കോക്കിൻ്റെ പെയിൻറ്റിങ്. ഹോള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിലും നല്ലൊരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. വോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബാത്റൂം. വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു കിച്ചണാണ്. കബോർഡൊക്കെ അത്യാവശ്യം നന്നായി കൊടുത്തിട്ടുണ്ട്. ചെറിയ കിച്ചണാണ്. അത്യാവശ്യം വിൻഡോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്നുള്ള ബാത്റൂമാണ് ഗൈസ്. അത് ബെഡ്റൂമിൽ നിന്നും ഉപയോഗിക്കാം, ഹാളിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചെറിയൊരു ബെഡ്റൂമാണ് ഗൈസ്. അവിടെ കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം ചെറിയൊരു വീടാണെങ്കിലും നല്ല ഭംഗിയോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഹാള് അത്യാവശ്യം നല്ല വലിയ ഒരു ഹാളാണ് ഗൈസ്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 2 വാതിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാളിന് തന്നെ 2 വാതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ പെയിൻറ്റിംഗ് ആണ് ഗൈസ്. പീക്കോക്കിൻ്റെ പെയിൻറ്റിങ്ങും പിന്നെ പാരോട്ടിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാം നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. റൂമുകളെ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആ 2 പീക്കോക്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. നല്ല ഒരു വൈബ് തരും നമുക്ക് ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ. ഞങ്ങൾ ഫുഡിരിക്കാൻ പോയി. കഴിക്കാൻ പൊറോട്ട ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. അതെൻ്റെ ഫ്രണ്ടാണ്, അവളുടെ ഹസ്ബൻഡും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രാത്രിയായി തിരിച്ചപ്പോൾ KSRTC ബസ്സിൽ വീട്ടിലേക്ക് നേരെ തിരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ടാറ്റാ.